ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. വീണ്ടും ഈ ശനിയാഴ്ച ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കൂടി വരുവാൻ ഇടയായതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. കടന്നു വന്ന എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. നമുക്ക് ഇങ്ങനെ കൂടി വരുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാണ്. സ്തോത്രം. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിൽ ആണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സഹസ്രാബ്ദ വാഴ്ചയെക്കുറിച്ച്, അതിൻ്റെ ഓരോ അനുഭവങ്ങളെക്കുറിച്ച് ആണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സഹസ്രാബ്ദ വാഴ്ച 1000 വർഷം കർത്താവിനോടുകൂടിയുള്ള വാസമാണ് സഹസ്രാബ്ദ വാഴ്ച എന്ന് പറയുന്നത്. അത് നാം ഇങ്ങനെ വിശദമായിട്ട് നമ്മൾ പഠിച്ചു പോകാറില്ല. ഇപ്പോൾ നമ്മൾ വിശദമായിട്ടാണ് അതിനെക്കുറിച്ച് ചിന്തിച്ചു പോകുന്നത്. ഇനിയും 2 അധ്യായം കൂടെ നമുക്ക് ഉള്ളൂ. പക്ഷേ ആ അധ്യായങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായങ്ങളാണ്. പല കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാനുണ്ട്. ഇന്ന് രാത്രിയിൽ സ്തോത്രം നമ്മൾ കഴിഞ്ഞ രാത്രിയിലും ചിന്തിച്ചു രോഗമില്ലാത്ത അനുഭവം, രോഗശാന്തിയുടെ അനുഭവം, ബലപ്പെടുത്തുന്ന അനുഭവത്തെക്കുറിച്ച് ചിന്തിപ്പാൻ ഇടയായി തീർന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 35-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നിർത്തിയൊന്ന് വായിക്കാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 35-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 6 വരെയുള്ള കാര്യങ്ങൾ. തളർന്ന കൈകളെ ബലപ്പെടുത്തുവിൻ, കുഴഞ്ഞ മുഴങ്കാലുകളെ ബലപ്പെടുത്തുവിൻ, കുഴഞ്ഞ മുഴങ്കാലുകളെ ഉയർപ്പിപ്പിൻ. മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവിൻ, ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം, പ്രതികാരവും ദൈവത്തിന്റെ പ്രതിഫലവും വരുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ രോഗമില്ലാത്ത ഒരു അനുഭവം, ബലപ്പെടുത്തുന്ന ഒരനുഭവം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളവിടെ വായിക്കുകയാണ്. ഒന്നുകൂടെ വായിച്ചാട്ട്. തളർന്ന കൈകളെ ബലപ്പെടുത്തുവിൻ, തളർന്ന കൈകളെ ബലപ്പെടുത്തുവിൻ. അന്നേരം ആ അനുഭവത്തിൽ തളർന്ന ഒരു കൈകളുമില്ല, കുഴഞ്ഞ മുഴങ്കാലുകളില്ല. നിർത്തി വായിച്ച്. കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിപ്പിൻ, മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവിൻ. പ്രൈസ് ദി ലോർഡ്. അവിടെ പറയുകയാണ് ഇന്നിതെല്ലാം ഉണ്ട്. ഇന്ന് കുഴയുന്ന അനുഭവമുണ്ട്, മനോഭീതിയുണ്ട്, ഒരു സ്വസ്ഥതയില്ലാത്ത അനുഭവമായെന്ന്. എന്നാൽ ആ നാളുകളിൽ അങ്ങനെ ഒരു അനുഭവമില്ല. ആ നാളുകളിൽ നമ്മൾ ശ്രദ്ധിക്കണം, ജീവിച്ചിരിക്കുന്ന മനുഷ്യരും ആ സമയമുണ്ട്, അരൂപികളായി ദൈവദൂത തുല്യമായ നമ്മളും അവിടെയുണ്ട്. കർത്താവ് വരുമ്പോൾ 1000 വിശുദ്ധന്മാരുമായിട്ടാണ് വരുന്നത്. ആ കൂട്ടത്തിൽ നമ്മളും ഉണ്ട്. അപ്പോൾ ആ ഒരു അനുഭവത്തിൽ സ്തോത്രം അവിടെ മനോഭീതിയില്ല, തളർന്ന കൈയില്ല, കുഴഞ്ഞ മുഴങ്ങാലില്ല. അടുത്തത് ധൈര്യപ്പെടുവിൻ, ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം. ധൈര്യപ്പെടുവിൻ, ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം, ഇതാ നിങ്ങളുടെ ദൈവം, പ്രതികാരവും ദൈവത്തിന്റെ പ്രതിഫലവും വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ സമയം ഒരു കൂട്ടം ആളുകൾക്ക് പ്രതികാരം, ഒരു കൂട്ടം ആളുകൾക്ക് പ്രതിഫലം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തെ മറക്കുന്ന ആളുകൾ, അവർക്ക് ദൈവം പ്രതികാരമായിട്ട് ഇടപെടത്തുള്ളൂ. ദൈവത്തെ സ്നേഹിക്കുന്ന ആളുകൾക്ക് പ്രതിഫലമായി സ്തോത്രം ഉള്ളൊരനുഭവം. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ. സ്തോത്രം. സഹസ്രാബ്ദത്തിലെ അനുഭവത്തിലേക്ക് വരുമ്പോൾ സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ ചിന്തിച്ചു, ഇപ്പോഴത്തെ ഇസ്രായേൽ മരുഭൂമിയാണ്, 90% മരുഭൂമിയാണ്. എന്നാൽ അവിടെ എല്ലായിടത്തും അവർ വെള്ളം എത്തിച്ച് ഹല്ലേലൂയ കൃഷി ആരംഭിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് പഠിച്ചത്, നമ്മളൊരു കൃഷിക്ക്, ഒരു വാഴയ്ക്ക് 4 ബക്കറ്റ് വെള്ളം കോരി ഒഴിക്കുന്നതിന് പകരം അവരൊരു ചെടിക്ക് ആ 4 ബക്കറ്റ് വെള്ളം നമ്മൾ മരത്തിന് ഒഴിക്കുന്നുണ്ടെങ്കിലും അത് ആ ഭൂമി താണു പോവുകയുള്ളൂ. ഈ ചെടിക്കൊരാവശ്യമില്ല, അതിൻ്റെ ആവശ്യമില്ല. അതിനാൽ ഈ ചെടിക്ക് ഈ ചെറിയ മരുന്നും കുപ്പിക്കകത്തുള്ള വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. അവരതുപോലെയാണ് ആ കാര്യം ചെയ്യുന്നത്. ആ ഒരു ചെടിക്ക് ആവശ്യമുള്ള വെള്ളം മാത്രം അതിൻ്റെ വേരിന് കൊടുക്കും. ഇപ്പോൾ അത് മരുഭൂമിയാണെങ്കിലും ആ മരുഭൂമി മുഴുവനും ഇന്ന് ഏറ്റവും അധികം ഫ്രൂട്ട്സ് കയറ്റി അയക്കുന്നത് ഇസ്രായേലാണ് പുറത്തോട്ട്. ഇപ്പോഴേ ആ അനുഭവം വന്നു തുടങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. സഹസ്രാബ്ദത്തിൻ്റെ അനുഭവം ആകുമ്പോഴത്തേക്ക് ദൈവികമായ ഒരു കരുതൽ കൂടി വരുവാനായിട്ടിടയായിത്തീരും. മുള്ളും പറക്കാരെയും മുളയ്ക്കുന്ന അനുഭവം മാറാനിടയായിത്തീരും.
യെശയ്യാവിൻ്റെ പുസ്തകം 61 അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ വായിച്ചേ. സ്തോത്രം. യെശയ്യാവിൻ്റെ പുസ്തകം 61 അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ. എളിയവരോട് അവിടെ പറയുകയാണ്, എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്യുക കൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു. അടുത്തത്, ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും. ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാൻ. ഹൃദയം തകർന്നവരെ എന്താ ചെയ്യാൻ പറ്റുന്നത്? സ്തോത്രം. നമുക്ക് പലർക്കും ഹൃദയത്തിന് തകർച്ചയുള്ള ആളുകളുണ്ട്, വേദനയുള്ള ആളുകളുണ്ട്. നമ്മളിങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഹൃദയം പലയിടങ്ങളിലേക്ക് പോയിരിക്കുന്ന അനുഭവമുണ്ട്, ഹൃദയം തകരുന്ന അനുഭവമുണ്ട്. എന്നാൽ കർത്താവിൻ്റെ സമയത്ത് ഒരു ഹൃദയ തകർച്ചയുമില്ല ആളുകൾക്ക്, ഒരു വ്യാകുലവുമില്ല, നാളെ എന്നുള്ളോർത്ത ചിന്തയില്ല. കാരണം കർത്താവ് ഭരിക്കുമ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ ഇലക്ഷൻ്റെ സമയമാണ്, എല്ലാവരും എല്ലാ വാഗ്ദത്വവും ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആരെന്ത് ചെയ്താലും അവരെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ല, പൂർണ്ണമായ ഒരു അനുഭവത്തിലേക്ക് വരുവാൻ കഴിയത്തില്ല. നമ്മുടെ വന്നെങ്കിലേ ഒരു പൂർണ്ണതയിലേക്ക് വരത്തുള്ളൂ. ഇന്നലെ നമ്മുടെ കൊല്ലത്ത് പറയുന്ന ഹൈവേ ഇടിഞ്ഞങ്ങ് താന്നു പോയി. 30 അടി പൊക്കമുള്ള റോഡ്, അതിൻ്റെ സർവീസ് റോഡുണ്ട് സൈഡിൽ കൂടെ. അതിലൂടെ ഏതായാലും ഒരു സ്കൂൾ ബസ്സൊക്കെ വന്നതാണ്. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടു. വണ്ടിയെല്ലാം അവിടെ കിടക്കുക. മുകളിലത്തെ അതങ്ങ് താഴോട്ട് താണപ്പോഴത്തേക്ക് മറ്റേ എന്താ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കൂഴച്ചക്ക പ്ലാവേന്ന് താഴെ വീണ് പൊട്ടിച്ചെതറിയെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. സൈഡിൽ കൂടെ ഉള്ള റോഡ് അതെല്ലാം പൊങ്ങിപ്പോയി. അപ്പോൾ അതിപ്പോൾ വിമർശനമാണ്, അത് ഇങ്ങനെ വിമർശനമായിക്കൊണ്ടിരിക്കുക. ആർക്കും ഒന്നും ചെയ്യാം, ഇതൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്നാൽ നമ്മുടെ കർത്താവ് വരുമ്പോൾ സ്തോത്രം ഈ അനുഭവങ്ങളെല്ലാം മാറും. സ്തോത്രം, ഈ അനുഭവങ്ങളെല്ലാം മാറും. അതാ നമ്മുടെ പ്രത്യാശ. നമ്മളായിരിക്കും ഇതൊക്കെ എന്തിനാ പറയുന്നത്, ഇതൊക്കെ എന്തിനാ കേൾക്കുന്നത്. നമ്മളൊന്നും ചിന്തിച്ച് നമ്മൾ ജീവിച്ചിരുന്നിട്ട് എന്താ സാധിക്കുന്നത്? നമ്മളിവിടെ ജീവിച്ചിരുന്നിട്ട് എന്തെങ്കിലും കാര്യം സാധിക്കുന്നുണ്ടോ? രാവിലെ മുതൽ എഴുന്നേറ്റ് കരക്കാർക്ക് പണിയുക, എന്നിട്ട് അല്ല ഒന്ന് ആലോചിച്ച് നോക്കി, എന്താ നേടുന്നേ? ഒന്നും നമുക്ക് നേടാൻ പറ്റുന്നില്ലെന്നേ. ഒന്നും അങ്ങ് നമ്മൾക്ക് ഒന്നിനും ഒരു സമാധാനവും സ്വസ്ഥതയും ഇല്ലാത്ത അനുഭവം. ഹല്ലേലൂയ. ഞങ്ങൾക്കൊന്നും കുഴപ്പമൊന്നുമില്ലെങ്കിലും ഇപ്പം നാട്ടിലുള്ളവരെല്ലാം കൂടെ IPC കുമ്പനാട് നടക്കുന്ന ആ ഗുസ്തിയെല്ലാം നമുക്കിങ്ങനെ ഓരോരുത്തരും ഇട്ട് തന്നുകൊണ്ടിരിക്കുക. ഓരോരുത്തരിട്ട് നമ്മൾ സ്വസ്ഥവും സമാധാനമായിട്ടിരിക്കുക. വഴിയെ പോകുന്നവനെല്ലാം ഇട്ട് തരുവാണ്. നേരിൽ കാണുന്നവരോടും ചോദിക്കും. കഴിഞ്ഞ ദിവസം അവിടെ ചെന്നപ്പോൾ അവിടെയും ചോദിക്കുക, എന്നാ ഈ കാര്യം? നമ്മുടെ സമാധാനം പോവില്ലേ? സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ സമാധാനം പോകുന്ന അനുഭവമാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോ ഹൃദയ തകർച്ചകളുണ്ട്, നമുക്ക് ഓരോ വ്യക്തികളെക്കുറിച്ചുള്ള ഭാരമുണ്ട്. സഭയിലുള്ള വ്യക്തികളെല്ലാം അനുഗ്രഹിക്കപ്പെട്ട അനുഭവമാണെങ്കിൽ, എല്ലാവരെയും പോസിറ്റീവിലാണെങ്കിൽ നമുക്കെന്തൊരു സന്തോഷമാണ്. കാരണം പ്രൈസ് ദി ലോർഡ്, എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും സമൃദ്ധിയോടും ജീവിക്കുകയാണെങ്കിൽ സന്തോഷമാണ്. ആ ഒരു അനുഭവം ദൈവം നമുക്ക് തരും. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബന്ധന്മാർക്ക് സാന്ദ്രവും അറിയിപ്പാനും യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരൊക്കെയും ആശ്വസിപ്പാനും. ഹല്ലേലൂയ. ദുഃഖിതന്മാര്, സ്തോത്രം. ആവശ്യമില്ലാതെ നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. ആവശ്യമില്ലാതെ ടെൻഷൻ അടിച്ചിട്ടും കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആവശ്യമില്ലാതെ എന്തിനാ ദുഃഖിക്കുന്നേ? സ്തോത്രം. നമ്മളിപ്പോൾ ഇവിടെ 70 വയസ്സ് കഴിഞ്ഞവരാരുമില്ല. ഇപ്പോൾ ഉള്ളതിൽ ഇച്ചിരി മൂപ്പ് എനിക്കാണ് അത് വന്നത്. രവീന്ദ്രൻ നോക്കിയില്ല ഡേറ്റ് ഓഫ് ബർത്ത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി ഇച്ചിരി കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴും എന്നോട് ആളുകൾ പറയുന്നുണ്ട്, എല്ലാം ഒന്ന് പോയി ചെക്കപ്പ് ചെയ്യണമെന്ന്. എല്ലാം ഒന്ന് പോയി എന്ത് ചെയ്യണം? ചെക്കപ്പ് ചെയ്യണം. A1C എടുക്കണം. ഇന്ന് ആരാണ്ട് എന്നോട് പറഞ്ഞു A1C എടുക്കണം, അവിടെ മരപ്പുണ്ട് ഇവിടെ മരപ്പുണ്ട്. എത്ര എടുത്താൽ എന്നാന്ന്, എത്ര നാളുകൂടെ ജീവിക്കാൻ വേണ്ടിയാ? അപ്പോൾ ഓടുന്നിടത്തോളം അങ്ങ് ഓടിയാൽ പോരെ. അല്ലാതെ നമ്മൾക്ക് ഇനി എല്ലാ A1C എടുത്തു എന്നാ ഒക്കെ സാധനമാണെന്ന് എനിക്കറിയത്തില്ല. ഇതെല്ലാം കൂടെ എടുത്തിട്ട് എന്നാ ചെയ്യാനായിരിക്കുന്നത്?
ഒരു കാര്യവും നേടാനില്ല, ഒരു കാര്യവും നേടാനില്ല. സ്തോത്രം. ഇവിടെ വെക്ക് നമുക്ക് പറ്റുന്ന എന്തെങ്കിലും നന്മകൾ മറ്റുള്ളവരുമായിട്ട് ചെയ്തു പോയാൽ അത് മാത്രമേ പ്രയോജനമുള്ളൂ. അത് കഴിഞ്ഞേച്ച് നമ്മൾ ഇവിടെ നിന്ന് പോകണം. ഹല്ലേലൂയ. അത് കഴിഞ്ഞേച്ച് നമ്മൾ ഇവിടെ നിന്ന് പോകണം. അതേ നമുക്ക് നേടാനുള്ളൂ. സ്തോത്രം. അല്ലാതെ ഒന്നും നേടുകയില്ല. നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന പണക്കാരായ ആളുകൾക്ക് പ്രയാസമൊന്നും ഇല്ലെന്നാ. അവർക്ക് അതിൻ്റേതായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ട്. എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ട് അവർക്ക്. സ്തോത്രം. അപ്പോൾ ഇവിടെ പറയുകയാണ്, സ്തോത്രം, ബദ്ധന്മാർക്ക് വിടുതൽ, ഹൃദയം തകർന്നവർക്ക് വിടുതൽ. പിന്നെ അടുത്തതോടെ വായിച്ചേ. സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും. ദൈവത്തിന് സ്തോത്രം. ദുഃഖിക്കുന്ന എല്ലാവർക്കും വെണ്ണീരെന്ന് പറയുന്ന ചാരമാണ്. ഒന്നുമില്ലെന്ന് പറയുന്നിടത്തും അലങ്കാരമാല ദൈവമായ കർത്താവ് നൽകാനായിട്ടിടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. ആ ഒരു പ്രത്യേക അനുഭവം നമുക്ക് ലഭിക്കാനായിട്ടിടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 8-ാമത്തെ വാക്യം എന്ന് വായിച്ചു. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 8-ാമത്തെ വാക്യം. ഹല്ലേലൂയ. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം. ഞാൻ അവരെ വടക്കുദേശത്തുനിന്ന് വരുത്തുകയും ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് അവരെയും അവരോടുകൂടെ കുരുടനെയും മുടന്തനെയും ഗർഭിണിയെയും. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ. ആ അനുഭവം വരുമ്പോൾ ഇന്ന് കുരുടരുണ്ട്, മുടന്തരുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. എന്നാൽ ആ ദൈവിക അനുഭവം വരുമ്പോൾ കൂട്ടിച്ചേർക്കുന്ന ആളുകൾ ആ അനുഭവങ്ങളെല്ലാം മാറാനായിട്ടിടയായി തീരും. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ശവം അടക്കുമ്പോഴൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ പ്രാപിക്കും, ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ പ്രാപിക്കും. നമ്മുടെ പ്രായമുള്ള ആളുകൾ മരിച്ചു കഴിയുമ്പോൾ അവരൊക്കെ വെറും ചുള്ളി പോലൊക്കെ ആയിപ്പോകും. ചിലരങ്ങ് കൂനി പോകുന്ന അനുഭവങ്ങളുണ്ട്, വളഞ്ഞു പോകുന്ന അനുഭവമുണ്ട്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കണം, അവർക്ക് ലഭിക്കുന്ന ശരീരം, ഉയർപ്പിൻ്റെ ശരീരമെന്ന് പറയുമ്പോൾ ഇതൊന്നുമില്ലാത്തതാണ്. ഹല്ലേലൂയ. ഈ വക കാര്യങ്ങളൊന്നുമില്ലാത്തൊരു ശരീരം അവർക്ക് ലഭിക്കാൻ പോകുന്നത്. സ്തോത്രം. അത് കുരുടരാണേലും ചെകിടരാണേലും മുടന്തരാണേലും, സ്തോത്രം, എല്ലാവർക്കും ലഭിക്കാൻ പോകുന്നതായ ഒരനുഭവമുണ്ട്. ശ്രദ്ധിക്കണേ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കൾക്കെല്ലാം ലഭിക്കാനുള്ളൊരു അവകാശമുണ്ട്. ഇവിടെ നമുക്ക് പ്രശ്നങ്ങളുണ്ട്, ഈ ജഡത്തിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ട്. എന്നാൽ സ്തോത്രം, പുതിയ അനുഭവത്തിലേക്ക് വരുമ്പോൾ, സഹസ്രാബ്ദ വാഴ്ചയിലേക്ക് വരുമ്പോൾ, സ്തോത്രം, ആ അനുഭവങ്ങളെല്ലാം മാറിപ്പോകാനായിട്ടിടയായിത്തീരും. ഇവിടെ നമുക്കൊരു ടൈമിൻ്റെ ലിമിറ്റ് വെച്ചിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാ മനുഷ്യനും നിവാസത്തിന് അതിരുകളും കാലങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? വെച്ചിട്ടുണ്ട്. അതിരുകളും കാലങ്ങളും വെച്ചിട്ടുണ്ട്. സ്തോത്രം. നമ്മുടെ പാമ്പാക്കട സഭയിലെ ഒരു സഹോദരൻ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ആയിരിക്കുക, പ്രായമുള്ള ഓണക്കൂറുള്ള ഒരു പിതാവ്. ആ ബ്ലോക്ക് വന്നതാണെന്നാണ് പറഞ്ഞത്. എന്താ കണ്ടീഷൻ എന്നറിയത്തില്ല. പാമ്പാക്കട വേറൊരു സഹോദരിയുടെ മാതാവ് മോർച്ചറിയിൽ ഇരിക്കുക. ബുധനാഴ്ച വേണം അതിൻ്റെ ശവസംസ്കാര ശുശ്രൂഷ നടക്കാൻ. നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് അതിൻ്റെ റൂട്ട്. അതല്ലാതെ അതിനപ്പുറം എന്താ ഉള്ളത്? സ്തോത്രം. ഹല്ലേലൂയ. അതല്ലാതെ അതിനപ്പുറം ഒന്നുമില്ല. സ്തോത്രം. ശ്രദ്ധിക്കണേ. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ കുരുടന്മാരെ എന്ത് ചെയ്യും? കുരുടനെയും മുടന്തനെയും ഗർഭിണിയെയും നോവ് കിട്ടിയവളെയും എല്ലാം ശേഖരിക്കുകയും ചെയ്യും. അങ്ങനെ വലിയൊരു സംഘം ഇവിടേക്ക് മടങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിന് പല അർത്ഥങ്ങളുണ്ട്. വലിയൊരു സംഘം, ഹല്ലേലൂയ, ഇസ്രായേലിലേക്ക് മടങ്ങി വരും. ഞാൻ ഈയിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞല്ലേ, മണിപ്പൂര്, നമ്മൾ ഇന്നാളി വായിച്ച മണിപ്പൂരിൽ നടക്കുന്ന കലാപങ്ങൾ, അവിടെയുള്ള കുക്കി ഗോത്രമെന്ന് പറയുന്നത്, അവരവരുടെ DNA പരിശോധിച്ചപ്പോൾ അവർ മനശ്ശയുടെ, യോസഫിൻ്റെ മക്കളായ എഫ്രൈമും മനശ്ശയുടെയും ആ മനശ്ശയുടെ ഗോത്രക്കാരാണ് അവർ ആ നാളിൽ വന്നതാണ്. അവർ ഇസ്രായേലിൽ നിന്ന് പ്രവാസികളായി ഓടിപ്പോയപ്പോൾ, പല രാജ്യങ്ങളിലേക്ക് പോയപ്പോൾ ഇവിടെ വന്നു കൂടിയവരാ അവരുടെ DNA പരിശോധിച്ചപ്പോൾ അവരാ ഗോത്രം, അവർ വെർബലായി അവരിന്നതാ, അവരാ ഗോത്രത്തിൻ്റെ അവർക്കറിയാം ആ കാര്യം. അവരുടെ DNA പരിശോധിച്ചപ്പോൾ അവരാണെന്ന് മനസ്സിലായി. ഇസ്രായേൽ ഗവൺമെൻറ് അംഗീകരിച്ചിരിക്കുക.
ഇപ്പം മണിപ്പൂരിലുള്ള ഈ ജനമെല്ലാം എന്ത് ചെയ്യുമെന്നറിയാമോ? അങ്ങോട്ട് പോകും. അപ്പം മണിപ്പൂരിലെ സ്ഥലമൊക്കെ എന്ത് ചെയ്യും? കണ്ടവും സാധനവും കൃഷിയും എല്ലാം അവരിവിടെ ഇട്ടേച്ച് പോകും. അവർ ചിലപ്പോൾ ഇപ്പോൾ പോകാൻ നിൽക്കുന്നതുകൊണ്ട് വില കിട്ടുമോ? അല്ലെങ്കിൽ ഗവൺമെൻറ് എടുത്തിട്ട് എന്തെങ്കിലും കൊടുക്കും. അങ്ങനെ പറ്റത്തുള്ളൂ. നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, ഒരു രാജ്യത്ത് നിന്ന് ഒരു രാജ്യത്തോട്ട് അവരങ്ങ് പോകുക. അപ്പോൾ ഇസ്രായേലിലേക്ക് സഹസ്രാബ്ദമാകുമ്പോഴത്തേക്ക് എല്ലായിടത്തു നിന്നും ഉള്ള ആളുകൾ കൊണ്ടുവരുവാനായിട്ടിടയായിത്തീരും. എല്ലായിടത്തു നിന്നും ആളുകളെ കൊണ്ടുപോകുവാനായിട്ടിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണം. ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഈ വചനം പഠിക്കുന്നത്. ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വേദപുസ്തകം പറയും എല്ലായിടത്തു നിന്നും ആളുകൾ പോകും. കൊച്ചിയിലുണ്ടായിരുന്ന ആളുകളൊക്കെ പോയി. ഇനി ആരൊക്കെ ഉണ്ടെന്നറിയത്തില്ല. എൻ്റെ ചെറുപ്പത്തിൽ കൊച്ചിയിലെ യഹൂദന്മാർ ധാരാളം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് ഇല്ല. നമ്മളൊക്കെ ചെറുപ്രായത്തിൽ ഈ മട്ടാഞ്ചേരി അതൊക്കെ കാണാൻ പോകുമായിരുന്നു. ആ സിനഗോഗ് കാണാനും അവിടുത്തെ ആളുകളെ കാണാനും ഒക്കെ പോകുമായിരുന്നു. എല്ലാവരും മടങ്ങിപ്പോവുക. അപ്പം നമ്മളൊന്ന് ശ്രദ്ധിച്ച്, ദൈവം ഇല്ലെന്ന് വിശ്വസിക്കുന്നവരും കർത്താവ് വരികയില്ലെന്ന് വിശ്വസിക്കുന്നവരും എല്ലാം അറിയേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാവരും മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ അറിയണം കർത്താവിൻ്റെ വരവടുത്തിരിക്കുക. ഇത് കാണുമ്പോൾ നമ്മൾ അറിയണം. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. മീഖാ പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങൾ. മീഖാ പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. മീഖാ പ്രവാചകൻ്റെ പുസ്തകം, സ്തോത്രം, 4-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങൾ. അന്നാളിൽ മുടന്തി നടക്കുന്നതിനെ ഞാൻ ചേർത്തുകൊള്ളുകയും. പ്രൈസ് ദി ലോർഡ്. അന്നാളിൽ മുടന്തി നടക്കുന്നതിനെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇപ്പം നമുക്കൊക്കെ നടക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട്. ഹല്ലേലൂയ, പ്രയാസമുണ്ട്. ഇതെല്ലാം അന്നാളിൽ മുടന്തി നടക്കുന്നതിനെ ഞാൻ എന്ത് ചെയ്യും? ചേർത്തുകൊള്ളുകയും. ഇന്ന് മുടന്തി നടക്കുന്നതിനെ ആരെങ്കിലും ചേർക്കുവോ? ചേർക്കത്തില്ല. ഇന്ന് വയ്യാത്തവരെ ആരെങ്കിലും വല്ല കല്യാണത്തിനോ അടുത്തിനോ കൊണ്ടുപോകുമോ? കൊണ്ടുപോകത്തില്ല. വീട്ടിലിരുന്നോളാൻ പറയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ നമ്മളെ തള്ളിക്കളയാത്തൊരു കർത്താവ്, ഏതനുഭവത്തിലുള്ളവരെയും തള്ളിക്കളയാത്തൊരു കർത്താവിനെ നമ്മൾ അറിയണം. ഹല്ലേലൂയ, തള്ളിക്കളയാത്തൊരു കർത്താവിനെ, സ്തോത്രം. ഏതനുഭവമാണേലും അവൻ നമ്മെ തള്ളിക്കളയുന്ന ദൈവമല്ല. മുടന്തി നടക്കുന്നതിനെ എന്ത് ചെയ്യും? ഞാൻ ചേർത്തുകൊള്ളുകയും. അവൻ ചേർത്തുകൊള്ളും. നമുക്കാരും സഹായമില്ല, ആരും എന്നെ കരുതുന്നില്ല, ആരും എന്നെ സ്നേഹിക്കുന്നില്ലെന്ന് ചിന്തിച്ചാലും നമ്മുടെ കർത്താവിൻ്റെ വചനം പറയുക, അവൻ നമ്മളെ ചേർത്തുകൊള്ളും. നമുക്കൊരാശ്വാസമുണ്ടോ? പ്രിയമുള്ളവർ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പല വേദനകളിൽ കൂടെ പോകുന്നവരാണ് നമ്മൾക്കൊരാശ്വാസം പറയാൻ ആരെങ്കിലും ഉണ്ടോ? നമുക്കൊരാശ്വാസം പറയാൻ ആരെങ്കിലും ഉണ്ടോ? സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. എനിക്കറിയാം, രാത്രിയുടെ യാമങ്ങളിൽ കട്ടിലേക്ക് കിടന്ന് കരയുന്ന ആളുകളെക്കുറിച്ച് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. തലവണ നനച്ച് കരയുക. പല കാര്യങ്ങൾ ആരോടും ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. ഭർത്താവിനോട് പറയാൻ പാടില്ല, ഭാര്യയോട് പറയാൻ പാടില്ല, മക്കളോട് പറയാൻ പാടില്ല, മാതാപിതാക്കളോട് പറയാൻ പാടില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ കരയുന്ന അനേകരുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ വിഷയങ്ങൾ നാം പകർന്നാൽ നിശ്ചയമായിട്ടും ദൈവം നമുക്ക് ഒരു മറുപടി തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ കർത്താവിൻ്റെ ബലമുള്ള കൈക്കീഴിൽ നമ്മൾ താണിരിക്കണം. ദൈവത്തോട് നാം മറുതലിക്കരുത്, ദൈവത്തോട് മത്സരിക്കരുത്. ഹല്ലേലൂയ. ദൈവത്തോട് മത്സരിക്കരുത്, ദൈവത്തോട് നാം പിറുപിറുക്കരുത്. വിഷമതവും ഭാരവും വരുമ്പോൾ പിറുപിറുക്കുന്ന ആളുകളുണ്ട്. ദൈവത്തിന് അത് താല്പര്യമല്ല നമ്മൾ പിറുപിറുക്കുന്നത്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, സ്തോത്രം. നമ്മൾ പിറുപിറുത്ത് പോകും. ഹല്ലേലൂയ. നമ്മൾ പിറുപിറുത്ത് പോകുന്ന അനുഭവമുണ്ട്. എന്നാൽ കർത്താവ് പറയാ, മുടന്തി നടക്കുന്നതിനെ ഞാൻ എന്ത് ചെയ്യും? ചേർത്തുകൊള്ളുവെന്ന്. മുരടന്തി നടക്കുന്നതിനെ ഞാൻ ചേർത്തുകൊള്ളുന്നു. നമ്മളെ ചേർത്ത് പിടിക്കുന്നൊരു കർത്താവ്, ഏതവസ്ഥയിലും നമ്മളെ ചേർത്ത് പിടിക്കുന്നൊരു കർത്താവ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് വീഡിയോ എടുക്കുകയൊക്കെ ചെയ്താൽ നമ്മൾ അവരെ ഒന്ന് ചേർത്ത് പിടിച്ച് അവരുടെ കണ്ണീരൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞാൽ, സ്തോത്രം, അവർക്കങ്ങ് ആശ്വാസമാകുക. സ്തോത്രം, ഹല്ലേലൂയ,
ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ അവൻ്റെ മക്കളാണ്, അവൻ്റെ പ്രിയ മക്കളാണ്. സ്തോത്രം. അവൻ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ദൈവമാണ്. സ്തോത്രം. അവൻ നമ്മളെ ചേർത്ത് പിടിക്കും. അതിന് നമ്മളൊന്ന് നിന്ന് കൊടുക്കണ്ടേ? ഹല്ലേലൂയ. അവൻ നമ്മെ ചേർത്ത് പിടിക്കും, ചേർത്ത് കൊള്ളുകയും. അടുത്തത്, ചിതറിപ്പോയതിനെയും ഞാൻ ക്ലേശിപ്പിച്ചതിനെയും ശേഖരിക്കുകയും മുടന്തി നടക്കുന്നതിനെ ശേഷിപ്പിക്കുകയും അകന്നുപോയതിനെ മഹാജാതിയാക്കുകയും യഹോവ സിയോൻ പർവ്വതത്തിൽ ഇന്നു മുതൽ എന്നേക്കും അവർക്ക് രാജാവായിരിക്കുകയും ചെയ്യുമെന്ന് യഹോവയുടെ അരുളപ്പാട്. നടക്കുന്ന കാര്യമാണ് പറഞ്ഞു കേട്ടോ. ആ വാക്യം കൂടെ വായിച്ചാലേ ഈ ഭാഗം ഏതാണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. യഹോവയായ ദൈവം സിയോൻ പർവ്വതത്തിൽ യെരൂശലേം തലസ്ഥാനമാക്കി ദൈവമായ കർത്താവ് വസിക്കും. അപ്പം മുടന്തുള്ളതും ക്ലേശമുള്ളതും എല്ലാം വിധമായത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാനിടയായിത്തീരും. എല്ലാത്തിനെയും കർത്താവ് വിടുവിപ്പാനിടയായിത്തീരും. കർത്താവ് ചേർക്കുവാനായിട്ടിടയായിത്തീരും. സ്തോത്രം. ക്ലേശം അനുഭവിക്കുന്ന ആളുകളുണ്ട്. സ്തോത്രം. സഫന്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 19 കൂടെ ഒന്ന് വായിച്ചാട്ട്. സഫന്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. നിന്നെ ക്ലേശിപ്പിക്കുന്ന ഏവരോടും ഞാൻ ആ കാലത്തിടപെടും. സഫന്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം 19-ാമത്തെ വാക്യം. നിന്നെ ക്ലേശിപ്പിക്കുന്നവർ, ഹല്ലേലൂയ, നിന്നെ ക്ലേശിപ്പിക്കുന്ന ഏവരോടും, നിന്നെ ക്ലേശിപ്പിക്കുന്ന ഏവരോടും. നമ്മളെ ക്ലേശിപ്പിക്കുന്നവർ കാണും. നമ്മളെക്കാളെ ഉന്നതന്മാർ നമ്മളെ ക്ലേശിപ്പിക്കുന്ന അനുഭവമുള്ളവരുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം. നിന്നെ ക്ലേശിപ്പിക്കുന്ന ഏവരോടും ഞാൻ ആ കാലത്ത് ഇടപെടും. ഞാൻ ആ കാലത്ത് ഇടപെടും. നിന്നെ ക്ലേശിപ്പിക്കുന്നവരോട് ദൈവം ഇടപെടുമെന്ന്. നിന്നെ ക്ലേശിപ്പിക്കുന്നവരോട് ദൈവം ഇടപെടുമെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ പറ്റുമെങ്കിൽ ആർക്കും ഒരു ദോഷം ചെയ്യരുത് കേട്ടോ. ആരെയും നമ്മൾ ബുദ്ധിമുട്ടിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരോടും നമ്മൾ എതിർക്കരുത്. ഇപ്പോൾ മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ഇലക്ഷൻ്റെ സമയം, എല്ലാവർക്കും ജയിക്കണമെന്ന് ആഗ്രഹം. നമ്മളെന്തിനാ ആളുകളോട് വഴക്കുണ്ടാക്കാൻ പോകുന്നത്? നമ്മൾ ആളുകളോട് വഴക്കുണ്ടാക്കാൻ പോകേണ്ട കാര്യമില്ല. അതും ഇതും പറഞ്ഞ് വിദ്വേഷം ഉണ്ടാക്കേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ മനസാക്ഷി അനുസരിച്ച് പ്രയോജനമുള്ളവർക്ക് നമ്മൾ കാര്യങ്ങൾ വോട്ട് ചെയ്യുക. നാളെ ചിലപ്പോൾ ആരാധന കഴിയുമ്പോൾ ആളുകൾ, സ്ഥാനാർത്ഥികളൊക്കെ ഇതിലേ വരും. കഴിഞ്ഞ ഞായറാഴ്ചയും വന്നായിരുന്നു. എല്ലാവരോടും സന്തോഷമായിട്ട് ഇടപെടുക. സ്തോത്രം. ഹല്ലേലൂയ. ഞാനിപ്പോൾ വരുന്നവരോടെല്ലാം പറഞ്ഞ അങ്ങനെ, അധികാരം ഒരു പഞ്ചായത്ത് മെമ്പറാണെങ്കിലും ദൈവത്താലാണ് വരുന്നത്. അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറയുക. BJP-കാരും വന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു, LDF-കാരും വന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു, സ്വതന്ത്രരും വന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. എല്ലാവരും വന്ന് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. സ്വതന്ത്രരും പറയുന്നുണ്ട്, മറ്റുള്ളവരും പറയുന്നുണ്ട്. ഐക്യജനാധിപത്യ മുന്നണി എല്ലാവരും പറയും ഞങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, ആരും മനപ്രയാസപ്പെടേണ്ട, ഒത്തിരി കാശും ചിലവാക്കണ്ട. ദൈവഹിതപ്രകാരമുള്ളവർ വരും. ദൈവത്താൽ അല്ലാതെ ഒരധികാരവും എന്ത് ചെയ്യത്തില്ല, വരത്തില്ല. ദൈവത്താൽ അല്ലാതെ ഒരധികാരവും ഇല്ല. അത് മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ ഏതൊരധികാരമാണെങ്കിലും അത് ദൈവത്താൽ ലഭിക്കുന്നതാണ്. സ്തോത്രം. അല്ലാതെ ഒരധികാരവും ലഭിക്കത്തില്ല. അധികാരത്തിന് വേണ്ടി നമ്മൾ വടംവലി നടക്കേണ്ട കാര്യമില്ല. നമ്മുടെ പ്രസ്ഥാനത്തിലെ കുഴപ്പം ഇപ്പോൾ അധികാരത്തിന് വേണ്ടിയുള്ള കാര്യമാണ്. അധികാരത്തിന് വേണ്ടി കിടന്ന് കളിക്കുന്നതാണ്. സ്തോത്രം. ആ ഒരു ഞങ്ങളാണ് മൂത്തത്. പണ്ട് പഴഞ്ചൊല്ലി പോലെ തന്നെ മാങ്ങാണ്ടിയാണെന്നോ മാങ്ങാന്നോ മൂത്തതെന്നുള്ള, അല്ല മാവാന്നോ മൂത്തതെന്ന് ചോദിക്കുന്ന പോലത്തെ ഇടപാടാണ്. അപ്പം ആ ഒരു അധികാരത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ദൈവത്താലല്ലാതെ ഒരധികാരമില്ല. അബ്രഹാമും ലോത്തും കൂടെ താമസിക്കുമ്പോൾ ലോത്ത് അവകാശം ചോദിച്ച് പറഞ്ഞപ്പോൾ, ദേശമെല്ലാം നമ്മുടെ മുമ്പാകെ ഉണ്ട്, നിനക്ക് ബോധിച്ചത് തിരഞ്ഞെടുത്തോളാൻ പറഞ്ഞു. നിനക്ക് ബോധിച്ചത് തിരഞ്ഞെടുത്തോളാൻ പറഞ്ഞായിരുന്നു. നിനക്ക് ബോധിച്ചിടം തിരഞ്ഞെടുത്തുകൊള്ളുക. സ്തോത്രം. നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞെന്നാ, നമ്മോടുകൂടി 1 നാഴിക പോകുവാൻ ആഗ്രഹിക്കുന്നവനോട് നീ 2 നാഴിക പോകണം. ഹല്ലേലൂയ. നിന്റെ പുതപ്പ് ചോദിക്കുന്നതിന് ഉടുപ്പൂടെ കൊടുക്കണം. ആ രീതിയിലാണ് കർത്താവ് പറഞ്ഞത്. സ്തോത്രം. കർത്താവ് പഠിപ്പിച്ച മാതൃക ദൈവമക്കൾ പിൻപറ്റിയാൽ, ആ വചനമനുസരിച്ച് പോയാൽ ഒരിടത്തും ഒരു താളവും തെറ്റുകയില്ല. കർത്താവ് പറഞ്ഞത് ഒന്നും വേണ്ട, ഗിരിപ്രഭാഷണം തന്നെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ, മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായം
ആ വാക്യം, ആ ഭാഗം മാത്രം ഒന്ന് വായിച്ചേച്ച് അതിനകത്ത് കർത്താവ് പറഞ്ഞ കാര്യം തന്നെ നമ്മളൊന്ന് ചിന്തിച്ചാൽ, സ്തോത്രം, നമ്മൾ രക്ഷപ്പെട്ടേനും. ഒന്ന് പറ്റുന്നവരൊന്ന് വായിച്ച് നോക്കണം ഗിരിപ്രഭാഷണം. അത് വേണേൽ ഒരു മത്സരം കൊടുക്കാമായിരുന്നു, ഗിരിപ്രഭാഷണം കാണാതെ പറയുന്നവർ. അപ്പോൾ നമ്മൾ സ്തോത്രം ശ്രദ്ധിക്കണേ, സ്തോത്രം, ആ ഒരു വചനം അനുസരിച്ചാൽ മതി. ഹല്ലേലൂയ. കർത്താവ് പറയുന്ന വചനം അനുസരിച്ചാൽ മതി. വചനം അനുസരിച്ചാൽ, സ്തോത്രം, ഹല്ലേലൂയ, നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടേനും. കർത്താവ് പഠിപ്പിച്ചൊരു കാര്യമാണ്, മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യണം? അപ്പോൾ പ്രശ്നം തീർന്നില്ലേ? ആ ഒറ്റ വാക്ക് അനുസരിച്ചാൽ പോരെ? മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ ഒറ്റ വാക്കിൽ തന്നെ കാര്യങ്ങൾ തീർന്നോ? മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് അങ്ങനെ ഒരു സൈക്കോളജി നമ്മൾ മനസ്സിലാക്കണം. ഒരാളെ നമ്മൾ ഇത് ചെയ്താൽ, സ്തോത്രം, ഹല്ലേലൂയ, നടന്നു പോകുന്ന ഒരാൾ നടന്ന് ക്ഷീണിച്ച് പോവുകയാണെങ്കിൽ നമ്മൾ ഒരാളെ ഒന്ന് കയറ്റി ഇറക്കിയാൽ അവൻ്റെ ഹൃദയത്തിൻ്റെ തണുപ്പൊന്ന് മനസ്സിലാക്കണം. ഞാൻ ചില ഹിന്ദിക്കാരെ, ഞാൻ ഇവിടുന്ന് ആ സമയത്ത് അങ്ങോട്ട് പോകുന്നെങ്കിൽ മാമലശ്ശേരിയിൽ നിന്ന് പണി കഴിയുന്നു വരുന്ന ഹിന്ദിക്കാരെ ഞാൻ കയറ്റി കടയിൽ കൊണ്ട് ഇറക്കാറുണ്ട്. നമ്മൾ അറിയുന്നവരും ഒന്നുമല്ല. അപ്പോൾ അതുങ്ങളുടെ മുഖത്തെ ഒരു സന്തോഷം കാണണം. കാരണം എന്നാന്ന് ചോദിച്ചാൽ, വയ്യോളം പണിതതാണ്. ഏത് മനുഷ്യനാണെന്ന് പറഞ്ഞാലും വയ്യോളത്തെ പണി കഴിയുമ്പോഴത്തേക്ക് മനുഷ്യനങ്ങ് വല്ലാണ്ടാവും. അന്നേരം ഒരു ചെറിയ ലിഫ്റ്റ്, എത്ര, ഒരു 2 കിലോമീറ്റർ ദൂരം ഒരു ചെറിയ ലിഫ്റ്റ് കിട്ടിയാൽ ഉള്ള സന്തോഷം, ഹല്ലേലൂയ, നമ്മൾ ആഗ്രഹിച്ചിട്ടില്ലേ? നമ്മളിങ്ങനെ ആഗ്രഹിച്ചിട്ടുള്ളതല്ലേ? അപ്പം നമ്മൾ മനസ്സിലാക്കണം, കർത്താവ് അതാ പഠിപ്പിച്ചത്. നമുക്ക് പറ്റുമെങ്കിൽ, വലിയ നീതിമാന്മാരെ കളിക്കാനല്ല ഞാൻ പറഞ്ഞേ, പറ്റുന്ന കാര്യം നാം ചെയ്തു കൊടുക്കണം. ഹല്ലേലൂയ. വടക്കേ ഇന്ത്യയിലൊക്കെ ഈ കൈവണ്ടി പോലത്തെ സാധനമുണ്ട്, സൈക്കിൾ റിക്ഷ പോലത്തെ സാധനമുണ്ട്. അതേലാണ് വലിയ സിമെൻറ്റ് ആക്കം കമ്പിയും ഒരു ജീപ്പേ കയറുന്ന കൂടുതൽ സാധനം അതേ കയറ്റും. എന്നിട്ട് ഈ സൈക്കിൾ റിക്ഷക്കെല്ലാം അവരെ ചവിട്ടിയാണ് കൊണ്ടുവന്നേ. ചവിട്ടിയില്ലെങ്കിൽ അവർ നിന്ന് നിലത്തോട്ടിറങ്ങി അവർ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, അങ്ങ് ഈ കാള വലിക്കുന്ന പോലെ വലിക്കുക. 4 വലിയ കമ്പി സിമെൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ചില ആളുകൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ വരുന്ന വഴിക്കിൽ മോട്ടോർ സൈക്കിളിൽ പോകുന്നവൻ ഒരു കാലെടുത്ത്, നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല, അവരൊരു കാലെടുത്ത് ആ സൈക്കിളിൻ്റെ ഇതിൻ്റെ പുറകിലോട്ട് ഒന്ന് വെക്കുമ്പോഴത്തേക്ക് ഇതങ്ങ് പോകും ഈ വണ്ടി. ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇതിനൊരു അനക്കം വരും. അപ്പോഴത്തേക്ക് അവന് ചാടി എന്ത് ചെയ്യും? കയറും. അവൻ്റെ ആ ഒരു അനുഭവം ഒന്ന് മനസ്സിലായി. ഞാൻ കാളവണ്ടി തള്ളിക്കൊടുത്തിട്ടുള്ളവനാ കൊച്ചിലെ പിള്ളേരായിരിക്കുമ്പോൾ. അന്നത്തെ മൺറോഡുകളാണ്. ഈ കാളവണ്ടി വലിച്ചു കയറുകയില്ല. കയറാതിരിക്കുമ്പോൾ നമ്മൾ ഒന്ന് തള്ളിക്കൊടുത്താൽ, എന്നാൽ ചില പിള്ളേർ തള്ളിക്കൊടുക്കുന്നതിന് പോലെ അതിൻ്റെ പുറകിലോട്ട് അതിന് അത്രയും കൂടെ ഭാരം കൊടുത്തിട്ടുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്ന് തള്ളിക്കൊടുത്താൽ, ഹല്ലേലൂയ, നമ്മൾ കർത്താവ് പഠിപ്പിച്ചത് നാം ശ്രദ്ധിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. ഗിരിപ്രഭാഷണം ഒന്ന് വായിച്ച് നോക്കണം. മത്തായി 5:6-7 ഒന്ന് വായിച്ചിട്ട് കർത്താവ് പറയുന്ന കാര്യങ്ങളൊന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. നമ്മളത് പിൻപറ്റിയാൽ, സ്തോത്രം, ഹല്ലേലൂയ, നമ്മൾ അനുഗ്രഹിക്കപ്പെടുവാനിടയായിത്തീരും. അടുത്തത് സംരക്ഷണത്തെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അത് അടുത്ത ആഴ്ച പറഞ്ഞോളാം, സ്തോത്രം, അല്ലെങ്കിൽ അത് വിഷയം തീരത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ഈ സഹസ്രാബ്ദ വാഴ്ച നാം പഠിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സ്തോത്രം, നമ്മൾ കർത്താവിനോടൊത്തൊരു വാസമുണ്ട്. കർത്താവ് യെരൂശലേം തലസ്ഥാനമാക്കി ഭരിക്കും. ഇന്നത്തെ രാഷ്ട്രീയക്കാരോട് നമുക്ക് പറയാൻ കഴിയും, ആര് ഭരിച്ചാലും സമാധാനം ഉണ്ടാകുകയില്ല. കർത്താവ് ഭരിച്ചു കഴിയുമ്പോൾ എല്ലായിടത്തും സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകും. ഹല്ലേലൂയ, സ്തോത്രം. ഓണത്തിൻ്റെ കാലത്ത് ഞങ്ങൾ നടക്കുമ്പോൾ സുവിശേഷം പറയുന്നവർ പറയും, നിങ്ങൾ പറയുന്ന പോലെ മാവേലി വേണുമ്പോൾ കള്ളവും ഇല്ല പൊളിവചനവും ഇല്ല എന്ന് പറയുന്ന ഒരനുഭവം ഒരു മാവേലിക്കും തരാൻ പറ്റത്തില്ല. നമ്മുടെ കർത്താവിന് മാത്രമേ തരാൻ കഴിയത്തുള്ളൂ. നമ്മുടെ കർത്താവിന് മാത്രമേ തരാൻ കഴിയത്തുള്ളൂ. അത് നമ്മൾ പറയണം. മാവേലി എല്ലാ വർഷവും വരുന്നില്ല കേട്ടോ, അതൊക്കെ ഐതിഹ്യമായി പറയുന്ന കാര്യമാണ്. സ്തോത്രം. എന്നാൽ നമ്മുടെ കർത്താവ് വരും.
അവൻ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് തുടയ്ക്കും, നമ്മുടെ വേദന മാറ്റും, നമ്മുടെ മുടന്തും നമ്മളെ ക്ലേശിപ്പിച്ചതും എല്ലാം കർത്താവ് കാണുന്നുണ്ട്. ആ ഒരു അനുഭവം, ദൈവികമായ അനുഭവം ദൈവമായ കർത്താവ് നമുക്ക് ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് സ്വസ്ഥതയോടെ ആയിരിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം.